أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات الصدور. وإذا مس الإنسان ضر دعا ربه منيبا إليه ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا إنك من أصحاب النار. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد, പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും സമ്പത്തുകളുമൊക്കെ അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ പൊരുത്തത്തിനും അല്ലാഹു നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ അവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ട സർവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രാപഞ്ചികമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തി. മനുഷ്യരാകുന്ന നമ്മുടെ തുടക്കത്തെക്കുറിച്ചും നാം വന്നിട്ടുള്ള വഴികളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു. ദിവസവും നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കന്നുകാലികളെക്കുറിച്ചും മനുഷ്യരുടെ വ്യത്യസ്തങ്ങളായ വളർച്ചകളുടെ ആദ്യഘട്ടങ്ങളെക്കുറിച്ചുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതിന് ശേഷം സൂറത്തു സുമറിലെ 7-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതിന് നിങ്ങൾ നന്ദി കാണിച്ചാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ നന്ദികേട് കാണിച്ചു എന്നതുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിനതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. അള്ളാഹുവിൻ്റെ പദവിക്കോ അവൻ്റെ ഖുദ്റത്തിനോ യാതൊരു തടസ്സവും അതുകൊണ്ടുണ്ടാകുന്നില്ല. നേട്ടങ്ങൾ മുഴുവനും നിങ്ങൾക്കാണ്. അതേപ്രകാരം കോട്ടങ്ങളും അത് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടവരാണ്. അതിനാരും പങ്കാളികളായി വരികയില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് 7-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. ഇൻ തക്ഫുറൂ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും വലാ യർളാ ലിഇബാദിഹിൽ കുഫ്റ വഇൻ തശ്കുറൂ യർളഹു ലക്കും. ഇൻ തക്ഫുറൂ, കഫറ അവിശ്വസിക്കുക, അതല്ലെങ്കിൽ നന്ദികേട് കാണിക്കുക എന്നൊക്കെ അർത്ഥം പറയാം. ഇൻ തക്ഫുറൂ, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, അവിശ്വസിക്കുകയാണെങ്കിൽ, ഇതൊക്കെ അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്തു തന്നു. എന്നിട്ടും അതൊന്നും സ്വീകരിക്കാതെ നന്ദികേട് കാണിച്ചാണ് വീണ്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതമെങ്കിൽ അല്ലാഹു പറയാം, ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ഗനിയ്യുൻ, അവൻ ധന്യനാണ്, അവൻ ഐശ്വര്യനാണ്, അൻകുൻ, നിങ്ങളിൽ നിന്ന്, നിങ്ങളെ കൊണ്ട് ഒരു ആശ്രയവും വേണ്ടാത്തവരാണ് അല്ലാഹു തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനെ തൊട്ടും അവൻ അനാശ്രയനാണ്. അല്ലാഹു തആല അവൻ ധന്യനാണ്, അവൻ ഐശ്വര്യനാണ്, അൻകും, നിങ്ങളെ തൊട്ട്. അപ്പൊ നിങ്ങൾ അല്ലാഹുവിനെ അവിശ്വസിച്ചു എന്നതുകൊണ്ട് അല്ലാഹുവിന് യാതൊരു കുഴപ്പവും ഇല്ല. പിന്നെ വലാ യർളാ ലിഇബാദിഹിൽ കുഫർ, വലാ യർളാ, അവൻ തൃപ്തിപ്പെടുകയില്ല, ലിഇബാദിഹി, തന്റെ അടിയന്മാർക്ക്, തന്റെ അടിമകൾക്ക്, അൽ കുഫ്റ, അവിശ്വാസം അവൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണ്. എല്ലാവരും നല്ലവരാകണമെന്നും എല്ലാവരും നന്ദിയുള്ള അടിമകളാകണമെന്നും എല്ലാവരും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എത്തണം എന്നതുമാണ് അല്ലാഹു തൃപ്തിപ്പെടുന്നത്. വലാ യർളാ,
അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയില്ല ലിഇബാദിഹി തന്റെ അടിയാന്മാർക്ക് അൽ കുഫ്റ അവിശ്വാസം. നിങ്ങൾ അവിശ്വസിക്കുന്നത്, നിങ്ങൾ ധിക്കാരികളാകുന്നത്, നിങ്ങൾ നന്ദികേട് കാണിക്കുന്നത് ഒരിക്കലും അല്ലാഹു തൃപ്തിപ്പെടുകയേ ഇല്ല. വഇൻ തഷ്കുറൂ യർളഹു ലക്കും വലാ തഷ്കുറൂ വഇൻ തഷ്കുറൂ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ യർളഹു അവൻ തൃപ്തിപ്പെടും ലക്കും നിങ്ങൾക്ക്. നിങ്ങൾ നന്ദി കേടാണ് കാണിക്കുന്നതെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടാത്ത കാര്യമാണ്. നിങ്ങൾ നന്ദിയാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരായി നിങ്ങൾ മാറിയാൽ യർളഹു ലക്കും അതവൻ തൃപ്തിപ്പെടുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പൊ നന്ദി കേട് കാണിക്കുന്നതിനെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. നന്ദി കാണിക്കുന്നവരാണെങ്കിൽ അതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നതാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. വിവിധങ്ങളായ സൂറത്തുകളിൽ അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാൻ, വഇൻ തഷ്കുറു നിങ്ങൾ നന്ദി കാണിക്കുന്നവരാണെങ്കിൽ ലഅസീദന്നക്കും തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. വഷ്കുറൂലി വലാ തക്ഫുറൂൻ നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം, ഒരിക്കലും നന്ദി കേട് കാണിക്കുന്ന വർഗമായി നിങ്ങൾ മാറരുത് എന്ന താക്കീത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു തആല ചെയ്തു തന്നിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കുന്ന, അല്ലാഹുവിന്റെ തൃപ്തിയും അവന്റെ ഇഷ്ടവും സ്നേഹവും നേടിയെടുക്കുന്ന വിശ്വാസികളായി നിങ്ങൾ മാറണം. നന്ദി കേട് കാണിക്കുന്ന ധിക്കാരികളായി നിങ്ങൾ മാറരുത്. അത് അല്ലാഹു തആല ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല എന്ന താക്കീത്. ولا تزر وازرة وزر أخرى ولا تزر കുറ്റം ഏൽക്കുകയില്ല, കുറ്റം വഹിക്കുകയില്ല, വാസിറത്തും കുറ്റം വഹിക്കുന്ന ഒരു ദേഹവും, വിസ്റ ഉഖ്റ മറ്റൊന്നിന്റെ കുറ്റം ഒരാളും വഹിക്കുകയില്ല. ഒരാളുടെ കുറ്റം വഹിക്കാൻ അവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നാം ദുനിയാവിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ പാപഭാരം ഏൽക്കാൻ ഒരാളും വരികയില്ല. എത്ര ഇഷ്ടപ്പെട്ടവരാണെങ്കിലും നാളെ ആ ഒരു തെറ്റ്, ഏതെങ്കിലും ഒരു തെറ്റെങ്കിലും നിങ്ങൾ ആരെങ്കിലും വഹിക്കുമോ എന്ന് ചോദിച്ചാൽ നാളെ പരലോകത്ത് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നമ്മെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാൾ പോലും ചെറിയ ഒരു കുറ്റം പോലും അവർ ഏറ്റെടുക്കുകയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അതേപോലെ തന്നെയാണ് നന്മയും. നാളെ പരലോകത്ത് നമ്മുടെ ഇണകളോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ മക്കളോ ആരെങ്കിലും അവരുടെ ഏതെങ്കിലും ഒരു സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം പോലും അവർ നമുക്ക് നാളെ പരലോകത്ത് നിന്ന് നൽകുകയില്ല ഓശാരമായി. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ കുറ്റം വഹിക്കുന്ന ഒരു ദേഹവും മറ്റൊന്നിന്റെ കുറ്റം വഹിക്കുകയില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ നമ്മുടെ കുറ്റങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് വഹിക്കേണ്ടി വരിക. അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാകണം, തെറ്റുകുറ്റങ്ങളിലേക്ക് പോകരുത് എന്നാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. സുമ്മ ഇലാ റബ്ബികും മർജിഉകും ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. അല്ലാഹു പിന്നീട് പറയുന്നത് സുമ്മ ഇലാ റബ്ബികും, സുമ്മ ഇലാ റബ്ബികും പിന്നീട് നിങ്ങളുടെ റബ്ബിങ്കലേക്കാണ്, മർജിഉകും നിങ്ങളുടെ തിരിച്ചുവരവ്, നിങ്ങളുടെ തിരിച്ചുവരവ്, എല്ലാവരുടെയും തിരിച്ചുവരവ് നിങ്ങളുടെ റബ്ബിങ്കലേക്കാണ്. ഫയുനബ്ബിഉകും അപ്പോൾ അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും, അന്ന് നിങ്ങളെ അവൻ അല്ലാഹു തആല അറിയിച്ചു തരും. ബിമാ കുൻതും തഅമലൂന നിങ്ങൾ എന്തൊന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നുവോ ആ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മുഴുവൻ കാര്യങ്ങളെയും അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു തആല പറയുന്നു. ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, ഇന്നഹു തീർച്ചയായും അലീമുൻ അവൻ എല്ലാം അറിയുന്നവനാണ്, ബിദാത്തിസ് സുദൂർ നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള, നിങ്ങളുടെ നെഞ്ചകത്തുള്ള വിചാരങ്ങളെ പോലും ചിന്തകളെ പോലും അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ കുറിച്ച് കൃത്യമായി നാളെ നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് തിരിച്ചു ചെല്ലുന്ന സമയത്ത് അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഈ ഒരു അവസ്ഥ നമുക്ക് വരാനുണ്ട്. നമ്മുടെ പാപഭാരം ഒരാളും ഏറ്റെടുക്കുകയില്ല. നാം എന്ത് നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ കാലുകൊണ്ട്, ചെവി കൊണ്ട് ഏതൊരു തെറ്റുകൾ നാം ചെയ്താലും ആ തെറ്റിന്റെ പാപഭാരം ഞാനും നിങ്ങളും തന്നെ ഏറ്റെടുക്കേണ്ടി വരും. അത് തീർച്ചയായും നമ്മളെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. എല്ലാം അറിയുന്നവനാണ് റബ്ബ്, എല്ലാം രേഖപ്പെടുത്തുവാൻ അവൻ പ്രത്യേകമായ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. അല്ലാഹു പറഞ്ഞത് അണുമണി തൂക്കമാണ് നന്മ ചെയ്യുന്നതെങ്കിൽ ആ അണുമണി തൂക്കം നന്മ നാളെ പരലോകത്ത് നിന്ന് നാം കാണുക തന്നെ ചെയ്യും.
തിന്മയാണ് അണുമണിത്തൂക്കം ചെയ്യുന്നതെങ്കിൽ ആ തിന്മയും നാളെ പരലോകത്ത് നിന്ന് കാണുമെന്ന ശക്തമായ താക്കീതാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നൽകുന്നത്. അതുകൊണ്ട് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ശാക്കിരീങ്ങളായി മാറണം. ഒരിക്കലും നന്ദി കേട് കാണിക്കുന്ന കാഫിരീങ്ങളായി മാറരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ് സൂറത്ത് സുമറിലെ 7-ാമത്തെ ആയത്തിലൂടെ. തുടർന്ന്, നിങ്ങൾ അല്ലാഹുവിൽ അവിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അല്ലാഹു നിങ്ങളിൽ നിന്ന് ആശ്രയം വേണ്ടാത്ത ധന്യനാണ്. അല്ലാഹു അവന്റെ അടിയാന്മാർക്ക് അവിശ്വാസത്തെ തൃപ്തിപ്പെടുന്നില്ല. നിങ്ങൾ വിശ്വസിച്ച് നന്ദി കാണിക്കുകയാണെങ്കിൽ അവൻ നിങ്ങൾക്കത് തൃപ്തിപ്പെട്ട് തരുന്നതാണ്. കുറ്റം വഹിക്കുന്ന ഒരു ദേഹവും മറ്റൊന്നിന്റെ കുറ്റം വഹിക്കുന്നതല്ല. ഒടുക്കം നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക്, നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് നിങ്ങൾ മടങ്ങി വരേണ്ടവരാണ്. അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി അവൻ നിങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ്. തീർച്ചയായും അല്ലാഹു ഹൃദയങ്ങളിലുള്ളതിനെ പറ്റി പോലും അറിയുന്നവനാണ് എന്ന് പറഞ്ഞതിന്റെ ശേഷം അവിശ്വാസികളാകുന്ന ആളുകളുടെ ചില നിലപാടുകളെ കുറിച്ച്, ചില അവസ്ഥകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 8-ാമത്തെ ആയത്തിൽ പറയുന്നത്. എന്താണത്? وَإِذَا مَسَّ الْإِنسَانَ ضُرٌّ دَعَا رَبَّهُ مُنِيبًا إِلَيْهِ ثُمَّ إِذَا خَوَّلَهُ نِعْمَةً مِّنْهُ نَسِيَ مَا كَانَ يَدْعُو إِلَيْهِ مِن قَبْلُ وَجَعَلَ لِلَّهِ أَندَادًا لِيُضِلَّ عَن سَبِيلِهِ قُلْ تَمَتَّعْ بِكُفْرِكَ قَلِيلًا إِنَّكَ مِنْ أَصْحَابِ النَّارِ. പക്ഷേ മനുഷ്യർ وَإِذَا مَسَّ الْإِنسَانُ മനുഷ്യനെ ബാധിച്ചാൽ, അവനെ സ്പർശിച്ചാൽ, ളുറുൻ വല്ല ഉപദ്രവങ്ങളും, ഇഷ്ടമല്ലാത്ത ദോഷകരമായ വല്ല എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു മനുഷ്യനെ ബാധിച്ചാൽ ആ സമയത്ത് അവൻ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു രോഗം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ ഉണ്ടായി, സ്വന്തം ശരീരത്തിലോ കുടുംബത്തിലോ, അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കുന്ന പരാധീനതകൾ, ദാരിദ്ര്യങ്ങൾ ഉണ്ടായി, കഷ്ടപ്പാടുകൾ ഉണ്ടായി. അങ്ങനെ വന്നാൽ മനുഷ്യന്റെ നിലപാട് എന്താണ്? അവൻ വിളിക്കുന്നതാണ്, അവൻ പ്രാർത്ഥിക്കുന്നതാണ്. റബ്ബഹു, തന്റെ റബ്ബിനെ അവൻ വിളിക്കും. അവനിക്കൊരു പ്രയാസം വന്നാൽ എങ്ങനെയാണ് അവൻ വിളിക്കുക? മുനീബ, മനസ്സ് മടങ്ങിക്കൊണ്ട് ഏറെ ഭക്തനായിട്ട് റഹ്മാനായ റബ്ബിനെ അവൻ വിളിക്കും. പക്ഷേ സുമ്മ ഇദാ ഖവ്വല, ഒരു പ്രയാസം വന്നു, രോഗം വന്നു സ്വന്തം ശരീരത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം വന്നു, ആ സമയത്ത് അവന്റെ റഹ്മാനായ റബ്ബിനെ അവൻ വിളിക്കും. എല്ലാ നിലക്കും ഭക്തനായിട്ടാണ്, ആത്മാർത്ഥമായിട്ടാണ് അല്ലാഹ് എന്നെ കാക്കണേ എന്ന് പറയുക. പക്ഷേ സുമ്മ ഇദാ ഖവ്വലഹു നിഅമതൻ, അവന് അധീനമാക്കി കൊടുത്താൽ, പിന്നീട് ഇദാ ഖവ്വല, അല്ലാഹു ആ മനുഷ്യന് അധീനമാക്കി കൊടുത്തു, നിഅമതൻ വല്ല അനുഗ്രഹങ്ങളും, മിൻഹു അല്ലാഹുവിന്റെ വക്കൽ നിന്ന് വല്ല അനുഗ്രഹവും അവനിക്ക് അല്ലാഹു അധീനമാക്കി കൊടുത്താൽ, നസിയ, അവൻ മറന്നു പോകുന്നതാണ്. അവൻ വിളിക്കുമായിരുന്ന ആ കാര്യം അവൻ മറന്നു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥകളെ കുറിച്ചാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മനുഷ്യരാകുന്ന നമുക്ക് വല്ല ഉപദ്രവങ്ങളും ബാധിച്ചാൽ അവൻ തന്റെ രക്ഷിതാവിങ്കലേക്ക് ആദരപൂർവം, ഭക്തിപൂർവം, ആത്മാർത്ഥമായി മടങ്ങിക്കൊണ്ട് റഹ്മാനായ റബ്ബിനോട് പറയും, അല്ലാഹ് സഹായിക്കണേ, അല്ലാഹുവേ രോഗം സുഖപ്പെടുത്തണേ, അല്ലാഹ് ജോലിയില്ല, നീ മാന്യമായ ജോലി നൽകണേ, എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട്. ആ റഹ്മാനായ റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കും, അല്ലാഹുവിനോട് സഹായം തേടിക്കൊണ്ടിരിക്കും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റഹ്മാനായ റബ്ബിന്റെ വക്കലിൽ നിന്ന് അവൻ ചോദിച്ച ആ കാര്യങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകി. അവന്റെ രോഗം സുഖപ്പെടുത്തി, അവൻ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ അല്ലാഹു തആല അനുഗ്രഹമായി അതവനിക്ക് അങ്ങ് ചെയ്തു കൊടുത്താലോ, അവൻ ഏതൊരു കാര്യമാണോ അല്ലാഹുവിനോട് ചോദിച്ചിരുന്നത്, ആ ചോദിച്ച കാര്യം അവൻ മറന്നു കളയുകയായി എന്നാണ് അല്ലാഹു പറയുന്നത്. അതവൻ മറക്കും. ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവാണ് എനിക്കത് തന്നത്, അല്ലാഹുവാണ് എന്റെ രോഗം സുഖപ്പെടുത്തിയത്, എന്റെ ഇന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം തന്നത് എന്റെ റബ്ബാണ് എന്ന കാര്യം നസിയ, ആ മനുഷ്യൻ ആ ദുആ ചെയ്ത പ്രാർത്ഥിച്ച കാര്യം അവൻ മറന്നു പോകും. എന്നിട്ടോ അവൻ എന്താ ചെയ്യുക? വജഅല ലില്ലാഹി അൻദാദൻ ലിയുദില്ല അൻ സബീലി, വജഅല, എന്നിട്ട് അവൻ ആക്കും, ലില്ലാഹി, അല്ലാഹുവിന്, അൻദാദ, സമന്മാരെ, തുല്യന്മാരെ അവൻ ആക്കും, ലിയുദില്ല, അവൻ വഴിപിഴപ്പിക്കുന്നു, അൻ സബീലിഹി, അവന്റെ മാർഗത്തിൽ നിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിഅമത്ത് അവന് ചെയ്തു കൊടുത്തു.
പ്രയാസമുള്ള സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തു. പക്ഷേ ആ കാര്യം അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ, അവന്റെ ആവശ്യം അങ്ങ് നിറവേറ്റി കഴിഞ്ഞാൽ പിന്നീട് അവൻ എന്താ ചെയ്യുക? വജഅല ലില്ലാഹി അൻദാദ, അള്ളാഹുവിന് മറ്റു സമന്മാരെ അവൻ ഏർപ്പെടുത്തുകയായി. അതുവരെ അള്ളാഹ് എന്നെ കാക്കണേ എന്ന് പറഞ്ഞവർ, അള്ളാഹുവെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞവർ, കാര്യം അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ, ആവശ്യം അങ്ങ് ലഭ്യമായി കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള ആളുകളോടാണ് അവർ ആവശ്യങ്ങൾ തേടുക. അത് കഴിഞ്ഞാൽ പിന്നീട് മരിച്ചുപോയ അമ്പിയാക്കളോടായി, ഔലിയാക്കളോടായി, അമർത്തങ്ങളോടായി, മറ്റുള്ള ആളുകളോട് സഹായം തേടുന്ന, അവരോട് ആവശ്യങ്ങൾ നിർവഹിക്കുന്നവരായി മാറും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ അവസ്ഥ പറയുന്നത്. മക്കയിലെ മുശ്രിക്കുകളും ഇതേ അവസ്ഥയിലായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ അറിയാത്തതായിരുന്നില്ല അവർ മുശ്രിക്കാകാനുള്ള കാരണം. അവർ അള്ളാഹുവിനെ അറിഞ്ഞവരായിരുന്നു, അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയവരായിരുന്നു. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്കബൂത്തിലൊക്കെ പറയുന്നുണ്ട്, ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മക്കയിലെ ബഹുദൈവ ആരാധകരാകുന്ന മക്കയിലെ മുശ്രിക്കുകൾ അവർ ഫിൽ ഫുൽകി കപ്പലിൽ കയറിയാൽ കാറ്റും കോളും വന്ന് ആ കപ്പൽ അങ്ങ് മുങ്ങി താഴും, അവർ അപകടത്തിൽ പെടും എന്ന ഒരു അവസ്ഥ വന്നാൽ അവരെന്താ ചെയ്യാ? ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അല്ലാഹുവിനെ മാത്രമാക്കിക്കൊണ്ട്, നിഷ്കളങ്കമാക്കിക്കൊണ്ട് അല്ലാഹ് കാക്കണേ എന്ന് പറയും. അല്ലാഹ് പറയാ ദഅവുല്ലാഹ്, അല്ലാഹ്നോടാ പ്രാർത്ഥിക്കുക. ആര്? മക്കയിലെ മുശ്രിക്കുകളെ. മക്കയിലെ മുശ്രിക്കുകൾ പോലും ആ അപകടകരമായ സന്ദർഭത്തിൽ ആ കടലിൽ വെച്ചുകൊണ്ട് അല്ലാഹ് എന്നവർ വിളിക്കും. പക്ഷേ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, അവർ അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ, അല്ലാഹ് എന്ന് വിളിച്ചു, അല്ലാഹു തആല ആ കടലിൽ അവര് മുങ്ങി താഴാതെ ആ കടലിൽ നിന്ന് അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഇദാഹും യുശ്രികൂൻ, അല്ലാഹ് പറയാ അവരതാ അല്ലാഹുവിനോട് മറ്റുള്ള ആളുകളെ പങ്കുചേർക്കുന്നവരായി എന്ന്. ഇന്ന് മുസ്ലിം സമുദായത്തിൽ മുസ്ലിം നാമധാരികളാകുന്ന ആളുകളുടെ ഇടയിലും ഈ ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയുണ്ടാകരുത് എന്ന അല്ലാഹു തആല പറയുന്നത്. വേദനകളുടെ ഘട്ടങ്ങളിലും അതേ പ്രകാരം സന്തോഷഘട്ടങ്ങളിലും എല്ലാം, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും റഹ്മാനായ റബ്ബിനെ വിസ്മരിക്കരുത്. ഏത് സമയത്തും അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്നവരാകണം, അള്ളാഹ് എന്ന് മാത്രം വിളിക്കുന്നവരാകണം. എനിക്കെന്റെ നാഥൻ മതി, അവനാണ് എന്റെ എല്ലാ അവസ്ഥകളും എല്ലാ സമയങ്ങളിലും കാണുന്നത്, അറിയുന്നത് എന്ന ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകണം. മക്ക മുശ്രിക്കുകളെ പോലെ പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹുവിനെ വിളിച്ച്, സന്തോഷഘട്ടങ്ങളിൽ ആ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള നിഅമത്തുകളെ മറന്ന് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് തേടുന്ന, സഹായാർത്ഥന നടത്തുന്ന മക്കയിലെ മുശ്രിക്കുകളെ പോലെ നിങ്ങൾ ആകരുത് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത്, ഖുൽ തമത്തഅ ബികുഫ്രിക ഖലീലാ ഇന്നക മിൻ അസ്ഹാബിൻ നാർ. അതുകൊണ്ട് ഖുൽ നബിയെ തങ്ങൾ പറയുക, ആരോട്? പ്രയാസഘട്ടങ്ങളിൽ ആത്മാർത്ഥമായി അല്ലാഹ് എന്ന് വിളിച്ചവർ, ആ കാര്യം ലഭ്യമായതിന് ശേഷം അല്ലാഹു അല്ലാത്ത ആളുകളെ അല്ലാഹുവിനോടൊപ്പം സമന്മാരാക്കുന്ന, അല്ലാഹു അല്ലാത്തവരോട് തന്റെ കാര്യങ്ങൾ, വേവലാതികൾ ആവശ്യപ്പെടുന്ന ഇത്തരം മനുഷ്യരോട് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ടത്, നീ സുഖമെടുത്തുകൊള്ളുക, നീ ആസ്വാദനങ്ങൾ കണ്ടെത്തിക്കൊള്ളുക, ബികുഫ്രിക, നിന്റെ അവിശ്വാസം കൊണ്ട്, നിന്റെ അവിശ്വാസത്തിലായി തന്നെ നീ സുഖം, അത് ഒരു വല്ലാത്ത സുഖമായി, അതൊരു ആനന്ദമായി നീ കൊണ്ടു നടക്കുക. ഖലീല, അല്പം കുറച്ചു കാലം മാത്രമേ നിന്റെ ഈ സുഖം ഉണ്ടാവുകയുള്ളൂ, നിന്റെ ഈ ആസ്വാദനങ്ങൾ ഉണ്ടാവൂ എന്ന് ആ മനുഷ്യരോട് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക. ഇന്നക, തീർച്ചയായും നീ മിൻ അസ്ഹാബിന്നാർ, നരകത്തിന്റെ ആൾക്കാരിൽപ്പെട്ടവൻ തന്നെയാണ് എന്നവരോട് പറഞ്ഞു കൊടുക്കുക. നീ നിന്റെ കുഫർ കൊണ്ട്, നീ നിന്റെ അവിശ്വാസം കൊണ്ട് അല്പകാലം നീ ആസ്വദിച്ച് സുഖമെടുത്തുകൊള്ളുക, എന്നാൽ തീർച്ചയായും നീ നരകത്തിന്റെ ആളുകളിൽപ്പെട്ടവൻ തന്നെയാണ് എന്നവരോട് പറയണമെന്ന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വല്ലാത്തൊരു താക്കീതാണ്. അള്ളാഹ് എന്ന ഏത് സമയത്തും അള്ളാഹുവിനോട് മാത്രം സഹായാർത്ഥന നടത്തേണ്ടവർ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ടവർ. ഒരു സമയത്ത് പള്ളിയിൽ നിന്ന് അള്ളാഹ് എന്ന് വിളിച്ചവർ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാല് തട്ടി ഒന്ന് വീഴാൻ നേരത്ത് മമ്പത്തെ തങ്ങളെ, ബദരീങ്ങളെ, മൊയ്യദ്ദീൻ ശൈഖ് തങ്ങളെ എന്ന് വിളിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ ഏറെ ഗൗരവത്തോടെ വിലയിരുത്തേണ്ട, അടിവരയിട്ടുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ ഈ ചോദ്യം, അള്ളാഹുവിന്റെ ഈ വാക്ക് ഏറെ ഗൗരവത്തോടു കൂടെ കാണേണ്ടതാ. ഖുൽ തമത്തഅ ബികുഫ്രിക ഖലീല, നീ നിന്റെ ഈ അവിശ്വാസം കൊണ്ട് അല്പം ഒന്ന് സുഖമെടുത്തുകൊള്ളുക. അതിന് പല ദുർവ്യാഖ്യാനങ്ങളും നിനക്ക് പറയാനുണ്ടാകും. പക്ഷേ ഇന്നക മിൻ അസ്ഹാബിന്നാർ, അള്ളയാ പറയണത്, വേറെ ആരെങ്കിലും അല്ല, അള്ളയാ പറയുന്നത്. ഇത്തരം ഒരു നിലപാട് നീ സ്വീകരിച്ചാൽ മിൻ അസ്ഹാബിന്നാർ, നിശ്ചയമായും നീ നരകത്തിന്റെ ആൾക്കാരിൽപ്പെട്ടവനാണ് എന്ന് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നമുക്ക് താക്കീത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ശക്തമായിരിക്കുന്ന ആ താക്കീതുകളെ
സ്വീകരിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എല്ലാ ദിവസവും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്നവരാ നമ്മൾ 17 തവണ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, വ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് അള്ളാഹുവിനോട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാനും നിങ്ങളും പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകുന്നുണ്ടോ എന്ന ഒരു പരിശോധനയാണ് ഞാനും നിങ്ങളും നടത്തേണ്ടത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാവുക, അള്ളാഹുവിനെ അറിയുക, അവന്റെ വഹ്ദാനിയത്ത്, അവന്റെ ഏകത്വത്തെ അംഗീകരിക്കുക, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മുഴുവൻ നിഅ്മത്തുകൾക്കും കൃത്യമായ നന്ദി കാണിക്കുന്ന യഥാർത്ഥ അടിമകളായി തീരുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ട സർവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.